കുട്ടികളെ ഇന്ന് നമ്മൾ ഹാപ്പിനെസ് മെഷീൻ്റെ ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പേജ് നമ്പർ 171 ആ ആക്ടിവിറ്റീസ് ഉള്ളത്. ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി 1. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കേട്ടിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതാം. ഓക്കെ. ആക്ടിവിറ്റി 1. Given below is the storyboard of the film The Happiness Machine. Study the pictures carefully and write the appropriate events from the story in the space provided. One has been done for you. അതായത് ഇതൊരു നമ്മൾ സ്റ്റോറി ബോർഡാണ്. ഇതൊരു ഫിലിമിൻ്റെ ദ ഹാപ്പിനെസ് മെഷീൻ എന്നുള്ള ഫിലിമിൻ്റെ സ്റ്റോറി ബോർഡാണ്. സ്റ്റഡി ദ പിക്ചേഴ്സ് കെയർഫുള്ളി. അപ്പോൾ നമ്മൾ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിനെ നമ്മൾ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുക. ആൻഡ് റൈറ്റ് ദ അപ്രോപ്രിയേറ്റ് ഈവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. എന്നിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അതിന് യോജിച്ച സംഭവങ്ങൾ നമ്മൾ എഴുതണം. താഴെ സ്പേസ് കൊടുത്തിട്ടുണ്ടാവും. ആ സ്പേസിൽ നമ്മൾ ആ ഇൻസിഡൻറ്റ് എന്താണെന്ന് എഴുതണം. അപ്പോൾ ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ദേ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ അതിൻ്റെ ഇൻസിഡൻറ്റ് കൊടുത്തിട്ടുണ്ട്. ലിയോ ഓഫ് മാൻ ഈസ് വിത്ത് ഹിസ് വൈഫ്. വൈഫ് ഈസ് അയണിങ് ദ ക്ലോത്ത്സ്. ഹി ആസ്ക് ഹിസ് വൈഫ് വെദർ ഷീ ഈസ് ഹാപ്പി ഓർ നോട്ട്. അല്ലേ, ലിയോ ഓഫ് മാൻ്റെ വൈഫാണിത്. അപ്പോൾ വൈഫ് അയൺ ചെയ്യുന്നുണ്ട്, ഡ്രസ്സ് തേക്കുന്നുണ്ട്. അപ്പോൾ വൈഫിനോട് ചോദിക്കുകയാണ് ഷീ ഈസ് ഹാപ്പി ഓർ നോട്ട്, നീ സന്തോഷവാദിയാണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് ആ പിക്ചറിനുള്ള എന്താ പറയുക ഇൻസിഡൻറ്റ്. അപ്പോൾ അതാണ് നമ്മൾ ആ ഈവെൻറ്റിനുള്ള താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ബാക്കിയുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ പിക്ചർ നോക്കുക. അപ്പോൾ ആ പിക്ചറിൽ എന്താ നിങ്ങൾക്ക് കാണുന്നത്? ഒരു കത്തിക്കരിയുന്നത് അല്ലേ. അത് നമ്മൾ പഠിച്ചിരുന്നു ആ ഹാപ്പിനെസ് മെഷീനിൽ അല്ലേ. അപ്പോൾ കരിഞ്ഞുപോയി, അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ പുകയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഈവൻറ്റ്സ് എന്താണെന്ന് നമ്മൾ എഴുതണം. ഓക്കെ. അപ്പോൾ ഞാനത് പറയാം, അത് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതാം. ലെന പുൾഡ് ദ ഓവൻ ഡോർ ഓപ്പൺ. A thick cloud of smoke whirled through the kitchen. Their supper bread had turned into charcoal. ഒന്നുകൂടി പറയാം. ലെന pulled the oven door open. A thick cloud of smoke whirled, WHIRLED, whirled through the kitchen. Their supper bread had turned into ചാർക്കോൾ, CHARCOAL. ഓവനിൽ ബ്രെഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അത് എന്തായി, കരിക്കട്ടയായി മാറി, ചാർക്കോളായി മാറി. അതാണ് ആ ഫസ്റ്റ് പിക്ചറിൻ്റെ ഇൻസിഡൻറ്റ്. അതാണ് അത്ര എഴുതാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് കാണുന്നത് ഒരു മെഷീൻ ഉണ്ടാക്കുകയാണ് ലിയോ ഓഫ് മാൻ അല്ലെ, ഹാപ്പിനെസ് മെഷീൻ്റെ. അപ്പോൾ അതിൻ്റെ താഴെ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ Leo had been working hard to finish the happiness machine without food, rest or sleep. അപ്പോൾ ഈ പിക്ചറാണത്, അതായത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഈ പിക്ചറാണത്. അപ്പോൾ അവിടെ എഴുതേണ്ടത് ലിയോ ഹാഡ് ബീൻ വർക്കിംഗ് ഹാർഡ് ടു ഫിനിഷ് ദ ഹാപ്പിനെസ് മെഷീൻ വിത്തൗട്ട് ഫുഡ്, റെസ്റ്റ് ഓർ സ്ലീപ്പ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഇതാണ്. അപ്പോൾ ലിയോ ഓഫ് മാൻ കുട്ടി അല്ലേ, ഉറക്കത്തിൽ എന്തോ കരഞ്ഞ പോലെ സൗണ്ട് കേട്ടപ്പോഴാണ് എഴുന്നേറ്റ് വന്നിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അതാണ് എഴുതേണ്ടത്. ഇതാണ്. ഹി എൻറ്റേർഡ് ദ ചിൽഡ്രൻസ് റൂം ആൻഡ് സോ സോൾ, SAUL, ആ കുട്ടീൻ്റെ പേരാണ് SAUL, സോൾ, വീപ്പിംഗ്, WEEPING, വീപ്പിംഗ്. ഹി ആസ്ക്ഡ് സോൾ whether he had a nightmare, NIGHTMARE. ഒന്നുകൂടി പറയാം. He entered the children's room and saw, കണ്ടു, SAW, saw, കണ്ടു. Soul weeping, so soul, അതായത് ആരിനെ കണ്ടു? സോളിനെ കണ്ടു. SAUL, ക്യാപിറ്റൽ എഴുതുക, കുട്ടീൻ്റെ പേരാണ് സോൾ, വീപ്പിംഗ്. He asked Soul whether he had a nightmare, പേടി സ്വപ്നം എന്തെങ്കിലും കണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ, അത് എഴുതാം. ഇനി നെക്സ്റ്റ് ഇതാണ്.
ഇപ്പോൾ ലെന അതിൻ്റെ അകത്തുണ്ട്, പുറത്ത് ലിയോ ഓഫ് മാനും മകനും പുറത്ത് നിൽക്കുന്നുണ്ട്. അവർ ഹാപ്പിനെസ് മെഷീൻ്റെ ഉള്ളിലാണ് ആ സ്ത്രീ ഉള്ളത്. അപ്പോൾ ലെന പറയാണ്, ലെന സെഡ്, ഇതാണ് അവിടെ എഴുതേണ്ടത്. ലെന സെഡ്, ഓ ലുക്ക് അറ്റ് ദാറ്റ്, പാരീസ്, റോം, പിരമിഡ്സ്, പെർഫ്യൂം. ലിയോ ഓഫ് മാൻ ബ്ലഷ്ഡ് വിത്ത് പ്രൈഡ്. ഇത്രയാണ് അവിടെ എഴുതേണ്ടത്. ഒന്നുകൂടി പറയാം. ലെന സെഡ്, ഓ ലുക്ക് അറ്റ് ദാറ്റ് പാരീസ്, റോം, പിരമിഡ്സ്, പെർഫ്യൂം. അപ്പോൾ അതിശയത്തോടു കൂടി പറയാണ് ലെന, നോക്കൂ പാരീസ് നോക്കൂ, റോം നോക്കൂ, പിരമിഡ്സ്, പെർഫ്യൂമുകളൊക്കെ കാണുന്നുണ്ട് അവൾക്ക്. അപ്പോൾ അത് പറയാണ്. അപ്പോൾ ലിയോ ഓഫ് മാൻ ബ്ലഷ്ഡ് വിത്ത് പ്രൈഡ്, അപ്പോൾ അഭിമാനം കൊണ്ട് ഇങ്ങനെ ചുവന്ന് തുടുത്തു. ആര്? ലിയോ ഓഫ് മാൻ. അതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പിക്ചർ ഇതാണ്. തീ കത്തുന്നത് അല്ലേ, ഫുള്ളായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾക്ക് എഴുതാം, ലിയോ ഓഫ് മാൻ വാച്ച്ഡ് ദ ഫയർമെൻ സ്ട്രൈവിങ് ടു പുട്ട് ദ സോറിങ് ഫ്ലെയിംസ് ഔട്ട്. ഒന്നുകൂടി പറയാം. ലിയോ ഓഫ് മാൻ വാച്ച്ഡ് ദ ഫയർമെൻ സ്ട്രൈവിങ് ടു പുട്ട് ദ സോറിങ് ഫ്ലെയിംസ് ഔട്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ബിയിലെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ, നൗ സെലക്ട് എനി സീൻ ഫ്രം ദ ഗിവൺ സ്റ്റോറി ബോർഡ് ആൻഡ് കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ്. സാമ്പിൾ ഇസ് ഗിവൺ. അപ്പോൾ വർക്ക് ഷീറ്റാണ് തന്നിട്ടുള്ളത്, അത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സാമ്പിള് തന്നിട്ടുണ്ട്, ടൈറ്റിൽ ഓഫ് ദ സീൻ തന്നിട്ടുണ്ട്, കീ ഐഡിയാസ് അതൊക്കെ തന്നിട്ടുണ്ട്, കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, അല്ലേ അതൊക്കെ തന്നിട്ടുണ്ട്. ലൈക്ലി കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. ലിയോ, ലെന ആർ യു പ്ലീസ്ഡ്, കണ്ടൻറ്റഡ്, ജോയ്ഫുൾ ഓർ ഡിലൈറ്റഡ്? ലെന, റീഡ് മീ ദ ലിസ്റ്റ് അഗെയിൻ പ്ലീസ്. ലിയോ, ആഫ്റ്റർ ക്ലോസിംഗ് ദ ഡിക്ഷണറി സേ യെസ് ഓർ നോ, ആർൻറ്റ് യു ഹാപ്പി, ജോയ്ഫുൾ ഓർ ഡിലൈറ്റഡ്? Lena, our domestic ones are contented. Our babies and people of second childhood here are delighted. And happiness for me. Do you think I couldn't stop laughing, scrubbing this thing? Leo, I know. I am trying to get a way to solve all your complaints. Lena, I am not complaining, Lee, and never complain. But please don't ask such crazy questions for which you may not get the answer. അപ്പോൾ ഇത്രയും കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആരൊക്കെ പറഞ്ഞതെന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ലെനയും ലിയും ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വർക്ക്ഷീറ്റ് എന്താ? ടൈറ്റിൽ ഓഫ് ദ സീൻ, കീ ഐഡിയാസ്, അപ്പിയറൻസ്, ഫീച്ചേഴ്സ് ഓഫ് ദ ക്യാരക്ടേഴ്സ്, സെറ്റിംഗ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ് ഇൻഫർമേഷൻ, പ്ലോട്ട്, പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ്, പ്രോപ്സ് യു മേ നീഡ്, ലൈക്ലി കോൺവെർസേഷൻ. ഇത്രയും നമ്മൾ എഴുതണം. അപ്പോൾ അതിൻ്റെ വർക്ക്ഷീറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അത് ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി 2ലേക്കാണ് ഞാൻ പോകുന്നത്. ഹൗ ക്യാൻ വി ബി ഹാപ്പി? ഹൗ ക്യാൻ വി ബി ഹാപ്പി? അപ്പോൾ ഒരു വെബ് കൊടുത്തിട്ടുണ്ട്, ഹാപ്പിനെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹാപ്പിനെസ് എപ്പോഴൊക്കെ നമ്മൾ ഹൗ ക്യാൻ വി, നമ്മൾ എങ്ങനെയാണ് ഒരു സന്തോഷവാനാവുന്നത്, സന്തോഷം നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഹാപ്പിനെസ് കൊടുത്തിട്ടുണ്ട്, അംബീഷൻ, കൈൻഡ്നെസ്, ഫ്രണ്ട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെങ്ങനെ ഹാപ്പി ആവും? അപ്പോൾ അവിടെ ഫില്ല് ചെയ്യുക. ഒരെണ്ണത്തിൽ കോൺഫിഡൻസ്, പോസിറ്റീവ് തിങ്കിങ് ആൻഡ് എക്സസൈസ്. ഇതിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. അപ്പോൾ 3 എണ്ണം നമ്മൾ ആഡ് ചെയ്യണം: കോൺഫിഡൻസ്, പോസിറ്റീവ് തിങ്കിങ് ആൻഡ് എക്സസൈസ്. ബൈ മേക്കിംഗ് യൂസ് ഓഫ് ദീസ് വേർഡ്സ് റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ ടോപ്പിക് ഹൗ ക്യാൻ വി ബി ഹാപ്പി. അപ്പം നമ്മൾ ഇത്രയും എന്താ പറയുക വേർഡ്സ് നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. ഈ വേർഡ്സൊക്കെ ചേർത്തിട്ട് നമ്മളൊരു പാരഗ്രാഫ് തയ്യാറാക്കണം. എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ ക്യാൻ വി ബി ഹാപ്പി? എങ്ങനെ നമുക്ക് സന്തോഷം കണ്ടെത്താം, എങ്ങനെ സന്തോഷവാനാവാം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ പറയാം. ഞാൻ വായിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ ആക്ടിവിറ്റി 2, ഹൗ ക്യാൻ വി ബി ഹാപ്പി, അംബീഷൻ, ഹാപ്പിനെസ്. അപ്പോൾ നമ്മളിവിടെ കോൺഫിഡൻസ് ചേർക്കുക, പോസിറ്റീവ് തിങ്കിങ്, അതുപോലെ തന്നെ എക്സസൈസ് ഇത്രയും കൊടുക്കുക. അതേ ക്വസ്റ്റ്യൻ കണ്ടോ? ബൈ മേക്കിംഗ് യൂസ് ഓഫ് ദീസ് വേർഡ്സ് റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ ടോപ്പിക് ഹൗ ക്യാൻ വി ബി ഹാപ്പി. അതിൻ്റെ ആൻസറാണ് ഞാനിനി പറയാൻ പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് എഴുതാം.
ആൻസർ ഇതാണ്. ഹൗ ക്യാൻ വി ബി ഹാപ്പി? നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താം? ആൻസർ എഴുതിക്കോളൂ. Happiness cannot be clearly defined as it is a mental or emotional state. It can be seen ranging from satisfaction to intense joy. But everyone likes to be happy. We should have an ambition in life. It makes us active, and when we realize our goal, we become satisfied. Showing kindness and sympathy towards others is a way of finding happiness. Being confident also paves the way to joy and happiness. Life without friends is dull and boring. Friends can make us happy in many ways. Positive thinking keeps our mind fresh and joyous. By practicing regular exercise and yoga, we can keep our mind and body healthy. By following the tips mentioning above, we can be happy. ഇതാണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താം, നമ്മളെങ്ങനെ സന്തോഷവാനാവാം എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസറാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കേട്ടിട്ട് എഴുതാം. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ വായിക്കാം. Happiness cannot be clearly defined as it is a mental or emotional state. It can be seen ranging from satisfaction to intense joy. But everyone likes to be happy. We should have an ambition in life. It makes us active, and when we realize our goal, we become satisfied. Showing kindness and sympathy towards others is a way of finding happiness. Being confident also paves the way to joy and happiness. Life without friends is dull and boring. Friends can make us happy in many ways. Positive thinking keeps our mind fresh and joyous. By practicing regular exercises and yoga, we can keep our mind and body healthy. By following the tips mentioning above, we can be happy. അതാണ് അതിൻ്റെ ആൻസർ. ആക്ടിവിറ്റി 2ൻ്റെ ആൻസർ. അതും നോട്ട്ബുക്കിലേക്ക് തന്നെ എഴുതണം കേട്ടോ. എല്ലാവരും അത് എഴുതിയെടുക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി 3 ആണ്. ആക്ടിവിറ്റി 3 എന്താ? Leo Hoffman tries to find happiness from a machine. The present generation tries to seek happiness from mobile phones. അല്ലേ? ലിയോ ഹോഫ്മാൻ ഹാപ്പിനെസ് മെഷീനിലൂടെയാണ് സന്തോഷം കണ്ടെത്തുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അവർ സന്തോഷം കണ്ടെത്തുന്നത് അവരുടെ മൊബൈൽ ഫോണുകളിലൂടെയാണ്. അപ്പോൾ അവിടെ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഒരാളിങ്ങനെ മൊബൈലിലേക്ക് ഇങ്ങനെ നോക്കി, അപ്പോൾ ഒരു കാക്കയോ പരുന്തോ എന്തോ വന്നിട്ട് അതിൽ മുട്ടയിട്ടു അല്ലേ? മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അവർ പറന്നുപോയി, കണ്ടോ? അതൊന്നും അയാൾ അറിഞ്ഞോ? ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഐഡിയ ഡസ് ദിസ് കാർട്ടൂൺ സ്ട്രൈപ്പ് കൺവേ? എന്ത് ഐഡിയ ആണ് ഈ കാർട്ടൂൺ സ്ട്രൈപ്പ് നമുക്ക് നൽകുന്നത്? ആൻസർ: ദ മാൻ ഈസ് ഡീപ്ലി ഇമ്മൻസ്ഡ് ഇൻ യൂസിങ് ഹിസ് മൊബൈൽ ഫോൺ. ഹി ഡസൻ നോ വാട്ട് ഹാപ്പൻസ് അറൗണ്ട് ഹിം. അതായത് അയാൾ ആ ഫോണിൽ തന്നെ ആഴത്തിൽ ലയിച്ചിരിക്കുകയാണ് ആ ഫോണിൽ, അല്ലേ? അല്ല, പുറത്ത് നടക്കുന്നൊന്നും അറിയുന്നില്ല. ഹി ഡസൻ നോ വാട്ട് ഹാപ്പൻസ് അറൗണ്ട് ഹിം. ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾ അറിയുന്നില്ല. അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, based on the discussion on the cartoon, conduct a debate on the topic mobile phone boon or bane. അപ്പോൾ ഈ ഒരു കാർട്ടൂണിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡിബേറ്റ് നടത്തണം, ഒരു സംവാദം നടത്താനുണ്ട്. മൊബൈൽ ഫോൺ ഒരു അനുഗ്രഹമാണോ അതോ അനുഗ്രഹം അല്ലെങ്കിൽ ബൂൺ ഓർ ബെയിൻ ആണ്, അതൊരു ശാപമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിനെ പറ്റിയിട്ട് നമ്മൾക്ക് എഴുതാനുണ്ട്. ബൂണാണോ ബെയിനാണോ? അപ്പോൾ കുറേ കാര്യത്തിൽ നമുക്കതൊരു അനുഗ്രഹമാണ് ഫോൺ എന്ന് പറയുന്നത്, അല്ലേ? കമ്മ്യൂണിക്കേഷൻ, അതായത് ദൂരെയുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കൊണ്ട് നടക്കാം, ഈസിലി പോർട്ടബിളാണ്, നമുക്ക് ഈസിലി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. കമ്പാരിറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ആണ്, ചിലവും കുറച്ച് കുറവാണ്. പിന്നെ കൺവീനിയൻ്റ് ആണ്, കംഫർട്ടബിളാണ്.
പിന്നെ അതിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും കിട്ടും. ക്യാമറ, കാൽക്കുലേറ്റർ, ഇൻ്റർനെറ്റ്, ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ നല്ല വശങ്ങളാണ് കേട്ടോ. ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ എമർജൻസീസ്, അതായത് നമുക്ക് അത്യാവശ്യ കാര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. ആംബിൾ ചാൻസസ് ഓഫ് ആൻ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നു. ഹെൽപ്ഫുൾ ടു സ്റ്റുഡൻസ് ഫോർ റെഫറൻസ്, അല്ലേ, കുട്ടികൾക്ക് എന്തെങ്കിലും ബുക്സ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ മൊബൈൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതൊരു ഉപകാരമുള്ളതാണ്, അല്ലേ, അനുഗ്രഹമാണ്. പിന്നെ അതിൻ്റെ മോശം വശമാണ് ക്രിയേറ്റ്സ് ഹെൽത്ത് പ്രോബ്ലംസ് ഡ്യൂ ടു റേഡിയേഷൻ, അല്ലേ, റേഡിയേഷൻ മൂലം നമുക്ക് ഇതിൻ്റെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം. അതുപോലെ നമ്മൾ അതിന് അഡിക്ഷൻ ആവാം. പിന്നെ ലേസി ആവും, നമ്മൾ ജോലിയൊക്കെ ചെയ്യാൻ മടിക്കും, നെഗ്ലക്റ്റ് വർക്കാവും. പിന്നെന്താ ആക്സിഡൻസ് ഒക്കെ സംഭവിക്കും. ഡ്രൈവ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കും. പിന്നെ നമ്മുടെ സ്വകാര്യതയ്ക്ക് ഒരു ഭീഷണിയാണിത്. അതുപോലെ തന്നെ ഇത് തീവ്രവാദികൾക്കും കള്ളന്മാർക്കും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇത്. പിന്നെ അല്ല, ഇങ്ങനത്തെ കുറേ മോശം കാര്യങ്ങളുണ്ട് ഈ മൊബൈൽ ഫോണുകൊണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളത് ആൻസർ ആക്കിയിട്ട് എഴുതാം. ഓക്കെ.